സാറിന്റെ നക്ഷത്രം വിശാഖമല്ലേ? അതെ, വിശാഖമാണ്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നക്ഷത്രവും വിശാഖമാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചാൽ തന്നെ സ്റ്റാർ ആകുമെന്നാണല്ലോ. നക്ഷത്രമൊക്കെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? മോന്തായവും കൂടി നന്നായിരിക്കണ്ടേ. ഇപ്പൊ സാറിന്റെ കാര്യം തന്നെ എടുക്കാം. മിമിക്രി ഉണ്ട്, മോണോആക്ട് ഉണ്ട്, അങ്ങനെ സകലമാന കോമാളിത്തരങ്ങൾ സാറിന്റെ കയ്യിലുണ്ട്. കോടമ്പക്കത്തെ ഡയറക്ടർമാരുടെ വീട്ടുമുറ്റത്ത് എത്രയോ കാലം നടന്ന് കാറ്റുകൊണ്ട ആളാ സാറ്. എന്താ കാര്യം? അത് മാത്രമാണോ? അവിടുത്തെ പൈപ്പ് വെള്ളവും കുടിച്ച് കുറെ കാലം തെണ്ടി നടന്നതല്ലേ ചാൻസും ചോദിച്ചു. ചുമ്മാ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? സാറിന്റെ കൂടെ നടന്നവരൊക്കെ ഇപ്പൊ ആരൊക്കെ ആയെന്നറിയാവോ? പിന്നല്ലാതെ. ഈ അടുത്ത സമയത്ത് എയർപോർട്ടിൽ വെച്ചൊരു തെണ്ടിയെ കണ്ടു. അവനും എന്റെ കൂടെ തെണ്ടി നടന്ന തെണ്ടിയാന്നേ. അവനിപ്പോ വലിയ ഡയറക്ടറാ. അയ്യോ, ഞാനൊന്ന് അടുത്ത് ചെന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് ചെന്നതാ. അപ്പൊ അവന് ഭയങ്കര ജാട. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അയ്യയ്യേ, ഈ സിനിമാക്കാരല്ലെങ്കിലും ഭയങ്കര ജാട തന്നെയാ സാറേ. അങ്ങനെ അടച്ചു പറയാൻ വരട്ടെ, ജാടയില്ലാത്തവന്മാരും ഉണ്ട്. സാർ അത് കള. ദേ, സാറിന്റെ നക്ഷത്ര പ്രകാരം ഇന്ന് വളരെ നല്ല ദിവസം എന്നാ പറയുന്നത്. വായിച്ചു നോക്കി. താനങ്ങ് വായിച്ചോ, കേക്കട്ടെ. വിശാഖൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവേ നല്ലതാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ ശോഭിക്കും, ശത്രുക്കളിൽ ജയിക്കും, പ്രമോഷനും സ്ഥാനമാനവും ലഭിക്കും. നല്ല വാർത്തകൾ മാത്രമേ കേൾക്കൂ. നല്ല എന്താണ്? ഒരു നല്ല വാർത്തയുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, പറഞ്ഞേ. എന്താണോ നല്ല വാർത്ത? പറയണം സാറേ, ജോത്സ്യം മണികണ്ഠന് തെറ്റൂല. നല്ല വാർത്ത തന്നെ ആയിരിക്കും. ഇല്ല, ഞാൻ വായിക്കുന്നില്ല, സാറ് തന്നെ വായിച്ചാൽ മതി. വായിക്കണം സാറേ. സാറിന്റെ നാളേതാ? മൂലം നാളായിരിക്കും അല്ലേ? അതാണൊന്ന് ചമ്മിയത്. മിസ്റ്റർ ഷിജു ഡാനിയൽ, താങ്കളുടെ സർവീസ് ബുക്ക് ചിതലരിച്ചത് കാരണം ജനനത്തീയതി 1968 ആണോ 1963 ആണോ എന്ന് മനസ്സിലാകുന്നില്ല. ആയത് രേഖകൾ സഹിതം വ്യക്തമാക്കി തിരിച്ചയക്കേണ്ടതാണ്. ഇതിലെന്താണോ നല്ല വാർത്ത? എന്റെ സാറേ, ശരിക്കും സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/6/1963 അല്ലേ? അതെ. ഈ കത്ത് പ്രകാരം 1963 ആണോ 68 ആണോ എന്നൊരു സംശയം എസ് പിക്ക് ഉണ്ടല്ലോ. അത് തന്നെ ഒരു നല്ല വാർത്തയല്ലേ സാറേ? എന്ന് വെച്ചാ എന്റെ സാറേ, സാർ ഒരു ഐഡിയ ഇട്ടാൽ സാറിന് 5 വർഷം കൂടി സർവീസിലിരിക്കാം. എങ്ങനെ? സാറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/6/1963 ആണല്ലോ. അതെ. അതിപ്പോ 63 ആണോ 68 ആണോ എന്നുള്ളതാണല്ലോ ഡൗട്ട് വന്നിരിക്കുന്നത്. നമ്മളത് 68 അങ്ങ് ഉറപ്പിച്ചാൽ സാറിന് 5 വർഷം കൂടി സർവീസിലിരിക്കാമല്ലോ. എങ്ങനെ? വേണ്ടായേ, ഇതുകൊണ്ട് തന്നെ മതിയായേ. ഇനി എനിക്ക് എന്തിനാണോ 5 വർഷം കൂടെ? അല്ല, എന്നാലും സാറിന്റെ ആ സർവീസ് ബുക്കിൽ കറക്റ്റ് ആ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ചെതല് കയറിയല്ലോ. ഇതിലെന്തോ കാര്യമില്ലാതില്ലേ ഒരു സംശയം. എന്തോന്ന് കാര്യം? എന്തായാലും ഇനിയും നല്ല നല്ല വാർത്തകൾ വരട്ടെ അല്ലേ സാറേ? വരട്ടെ. കേട്ടാ? ഞാൻ കേട്ടു. സാറ് പറയുന്നതേ ഞാൻ കേൾക്കൂ. അതല്ല, തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഫലം നോക്കിയത്. കേട്ടാ കേട്ടാ. ഞാൻ പോട്ടെ സാർ. ആയിക്കോട്ടെ. ഭാര്യയാണല്ലോ. ഹലോ, എന്താടി? ഒരു കാര്യം പറയാനുണ്ട് മനുഷ്യ. നീ പറയടി. എനിക്കിന്ന് പൊതുവെ നല്ല വാർത്തയുള്ള ദിവസമാ. നിനക്കെന്നാ പറയാനുള്ളത്? എനിക്കിന്ന് ഭയങ്കര സന്തോഷാ. നീ കാര്യം പറയടി. എത്രയോ ദിവസത്തിന് ശേഷം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു ചേട്ടാ. എന്റെ ദൈവമേ, അത് സംഭവിച്ചോ? എന്താ സാർ ഇത്രയും വലിയ സന്തോഷം? എടാ, അവള് പറയുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മുടെ പ്രാർത്ഥനയോ? നമ്മുടെ പ്രാർത്ഥനയല്ല, എന്റെ അവളുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന്. അപ്പൊ ഇതിന് സാർ ചെലവ് ചെയ്യണം. സാർ ഈ വയസ്സാം കാലത്ത് ഒരു അച്ഛനാകാൻ പോകുന്ന കാര്യം ഈ സ്റ്റേഷൻ മുഴുവൻ അറിയിക്കണം എനിക്ക്. കൺഗ്രാചുലേഷൻ സാറേ. വിശാഖ നക്ഷത്ര പ്രകാരം മറ്റൊരു ദുൽഖർ സൽമാന്റെ പിറവി കൂടിയായത്. നമുക്കിത് ആഘോഷിക്കണം സാറേ. ഹലോ ഹലോ, കാര്യം എന്താന്ന് വെച്ചാ നീ തെളിച്ച് പറയടി. ഹലോ, കാര്യമൊന്നും അവള് പറഞ്ഞില്ല. ഫോൺ കട്ട് ചെയ്തു. അയ്യേ, ഇതിൽ നീ എന്തോന്ന് പറയാതിരിക്കുന്നു സാറേ? ഇത് അത് തന്നെ. എന്റെ സന്തോഷം ഞാൻ ഈ സ്റ്റേഷൻ മുഴുവൻ വിളിച്ചറിയിക്കും. അല്ല, സാറിന്റെ സന്തോഷം ഞാൻ ഇവിടെ എല്ലാം ഷെയർ ചെയ്യും. കൺഗ്രാചുലേഷൻ സാറേ. എന്താ? നമ്മുടെ CI സാറ് വയസ്സാം കാലത്ത് സംഗതി ഒപ്പിച്ച്. എന്ത് സംഗതി? എന്റെ സാറേ, കുറച്ചു കാലം കൂടെ കഴിഞ്ഞാ നമ്മുടെ CI സാറിന്റെ ഭാര്യതെ ഇങ്ങനെ നടക്കും. സത്യമാണോ?
ഇയാളുടെ സന്തോഷം കണ്ടാ തോന്നുന്നു ഇയാളുടെ ഭാര്യയ്ക്ക് എന്തോ വിശേഷമുള്ള പോലെ. അയ്യോ എന്റെ ഭാര്യയ്ക്ക് 3 പ്രാവശ്യം വിശേഷമായി ഞാൻ സന്തോഷിച്ചതാ സാറേ. ഞാൻ കുറച്ച് വാളം പുളിക്കും മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്യട്ടെ. എന്തായാലും കുറച്ച് കുങ്കുമപ്പൂ എന്റെ വീട്ടിൽ പഴയ തിരിപ്പുണ്ടേ. ശീല മേഡത്തിന്റെ അവിടെ പച്ചമാങ്ങ കിട്ടൂ? ആ ഹലോ, കുറച്ച് പിന്നെ വാളംപുളി വേണമായിരുന്നു സാറേ. പച്ചമാങ്ങയ്ക്കും വാളംപുളിക്കും മസാല ദോശയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. സാറേ ഈ കേട്ടതൊക്കെ സത്യമാണോ? കുങ്കുമപ്പൂ ഞാൻ സ്പോൺസർ ചെയ്യും. അങ്ങനെ ഡ്യൂട്ടി സമയത്തൊന്നും വിളിക്കാത്തതാ എന്റെ പെണ്ണുപിള്ള. ദേ ഇപ്പൊ ഫോണിൽ സന്തോഷത്തോടെ വിളിച്ചിട്ട് പറയുക നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്തുവാ അതിന്റെ അർത്ഥം? ദേ, ഇത് തന്നെ അതിന്റെ അർത്ഥം. ആ ഒന്നും വിട്ടു ചോദിക്കുന്നതിന് മുമ്പ് അവള് ഫോണും കട്ട് ചെയ്തു. അതിപ്പോ സ്ത്രീകൾ അങ്ങനെയല്ലേ സാറേ, ഒന്നും വിട്ടു പറയത്തില്ലെന്നേ. സാറേ ഇത് നമുക്ക് ആഘോഷിക്കണം. അതെ, അതെ. ഇന്നത്തെ ചെലവ് ഷിജു സാറിന്റെ വക. ഓ ഈ വയസ്സാം കാലത്തൊക്കെ എന്തോന്ന് ചെലവാണ്. എന്റെ സാറേ പ്രായത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും അത്ര പ്രശ്നമല്ല. എല്ലാം ദൈവത്തിന്റെ കളികളാണെന്ന് കൂട്ടിയാ മതി. ഒന്നും അങ്ങോട്ട് വിട്ടു പറയാറായിട്ടില്ല. അല്ല സാറേ, മാഡം രാവിലെ തന്നെ ലാബിൽ പോയതാണോ? അല്ല, അവള് ബാങ്കിൽ പോയെന്നാ പറഞ്ഞു. ചേച്ചിക്ക് ചിലപ്പോ സംശയം തോന്നി കാണും. ബാങ്കിൽ പോണ വഴിക്ക് ചേച്ചി ചിലപ്പോ ലാബിലും കയറി കാണും. ശരിയാ. എന്തായാലും പൊതുവെ നിരീശ്വരവാദിയായി ഞാൻ പോലും മണികണ്ഠൻ ജോൽസിനെ വിശ്വസിച്ചു പോയി. നല്ല വാർത്തയല്ലേ വന്നിരിക്കുന്നത്? അയ്യോ, മണികണ്ഠൻ ജോത്സ്യർ എന്ന് പറഞ്ഞ ആരാ പറയുന്നതൊക്കെ? അച്ചട്ടാ, ചുട്ട കോഴി വരെ പറപ്പിക്കുന്ന ആളാ. അതൊന്നുമല്ല, ഇത് അയാൾ ചിക്കൻ സ്പീഡ് കഴിക്കുന്നുണ്ടായിരിക്കും. ഈ ചുട്ട കോഴികളെ പറപ്പിക്കുന്നത് മന്ത്രവാദികളല്ലേ? ഇയാള് ജോൽസിനല്ലേ? മണികണ്ഠൻ ജോത്സ്യരെ കുറിച്ചൊന്നും പറയരുത് സാറേ. ഹോട്ടലിൽ വിളിച്ച് പറയാല്ലേ? എന്തിന്? എടോ അവള് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞപ്പോ ഇത് തന്നെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. അയ്യോ, ഇത് തന്നെ ആവാനാ സാറേ കൂടുതൽ സാധ്യത. ഇത് തന്നെ. അങ്ങനെ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഇത് തന്നെ. ഹലോ എടി, നീ എന്തുവാ നേരത്തെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞത്? ഒന്ന് തെളിച്ച് പറ. ദേ അത് കേട്ടിട്ട് എല്ലാരും ആഘോഷിക്കാൻ നിൽക്കുവാ. എന്തോന്ന് ആഘോഷം? ഈ വയസ്സുകാലത്ത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുമ്പോ അത് ആഘോഷിക്കല്ലേ? ദേ ചുമ്മാ ആഘോഷിക്കാൻ പോയാലുണ്ടല്ലോ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. എടി വയസ്സാം കാലത്ത് നമുക്കൊരു വിശേഷം ഉണ്ടെന്ന് പറയുമ്പോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മല. നീ ബാങ്കിൽ പോകുന്ന വഴിക്ക് ലാബിൽ കയറി ടെസ്റ്റ് ചെയ്തല്ലേ? ലാബിലോ? ഞാനോ? നിങ്ങൾ ഇതെന്താ ഈ പറയുന്നേ? എടി നീയല്ലേ നേരത്തെ ചിരിച്ച് സന്തോഷിച്ച് പറഞ്ഞത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടുന്ന്? അതിന്റെ അർത്ഥം എന്താ? വയസ്സാം കാലത്ത് നമുക്കൊരു കുഞ്ഞിക്കാൽ ഉണ്ടാകാൻ പോകുന്നല്ലേ? വയസ്സാം കാലത്ത് നാണമല്ലേ മനുഷ്യ ഇങ്ങനൊക്കെ പറയാൻ? അയ്യോ, അപ്പൊ നിനക്ക് വിശേഷമില്ലേ? എടോ മനുഷ്യ, 2000 രൂപ ചില്ലറയാക്കാൻ പറ്റാതെ നമ്മൾ വിഷമിക്കായിരുന്നില്ലേ? ഇന്ന് ATM-ൽ പോയപ്പം 2000-ന്റെ ഒറ്റ നോട്ടിന് പകരം 100 രൂപയുടെ ചില്ലറ കിട്ടിയ സന്തോഷം കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അതിനെ കുഞ്ഞിക്കാല് കാണാനെന്നും പറഞ്ഞ് നാട്ടിച്ചു പൊട്ടൻ. എന്താ സാറേ? ആകെ ചീറ്റിപ്പോയിടും. എന്താ സാറേ വിശേഷം? എടോ അവള് 2000 രൂപയുടെ ചില്ലറ എടുക്കാൻ ATM-ൽ പോയപ്പോ 100-ന്റെ 20 നോട്ട് കിട്ടി. ചില്ലറ കിട്ടിയ സന്തോഷത്തിലാണ് അവള് പറഞ്ഞത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടെന്ന്. അപ്പൊ മണികണ്ഠൻ ജോത്സ്യർ പറ്റിച്ചല്ലോ സാറേ. എങ്ങനെ പറ്റിച്ചുന്നാ? ഇന്ന് കിട്ടുന്നതെല്ലാം നല്ല വാർത്തകളായിരിക്കും എന്നല്ലേ മണികണ്ഠൻ ജോത്സ്യർ ഇതിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് നല്ല വാർത്തയല്ലേ? എങ്ങനെ? 2000-ന് 120 രൂപ നോട്ട് കിട്ടുന്ന പോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറെന്താ ഉള്ളത്? അത് ശരിയാ, ജോൽസിനൊപ്പം തെറ്റിയിട്ടില്ല. അല്ല, അപ്പൊ ഈ വാളംപുളിയും പച്ചമാങ്ങയും മസാല ദോശ എന്തോ ചെയ്യും? വാളംപുളി പച്ചമായം കൊണ്ട് പുഴുങ്ങി തിന്നു. അത് ഞാൻ തിന്നൂല. മസാല ദോശ ആണെങ്കിൽ ഞാൻ തിന്നോളാം. എല്ലാരും വിട്ടോ. ഇനി എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. വെറുതെ മണികണ്ഠൻ ജോത്സ്യരെ തല്ലിക്കൊല്ലണം. ചുട്ട കോഴിയെ പറപ്പിക്കും പോലെ. എന്നാലും അവള് ദൈവത്തോട് പറഞ്ഞ ആ പ്രാർത്ഥന ഇത്തിരി കടുത്തുപോയി, മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. സാർ, എനിക്കൊരല്പം സമയം തരണം സാർ. എടോ, തനിക്ക് സമയം ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? തന്റെ ഓഫീസിൽ ക്ലോക്കില്ലേ, അതിന്ന് എടുത്തോ. ഇതെന്നാ പറയുന്നത്? 24 മണിക്കൂർ. അതിനിടയിൽ താൻ ജയിൽ ചാടിയവനെ പിടിച്ചിരിക്കണം. എന്റെ സാറേ, ഇവിടുത്തെ ലോക്കൽ കേസ് തന്നെ ഒരുപാടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടുപിടിക്കണമെങ്കിൽ ചാടിയവൻ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുമല്ലോ. അല്ലാതെ എങ്ങനെയാ അത്? അതൊക്കെ തന്റെ സാമർഥ്യം പോലിരിക്കും. അതല്ല താൻ പഴയതുപോലുള്ള ഓപ്പറേഷനാണ് ഭാവമെങ്കിൽ തനിക്ക് ഞാനൊരു സ്റ്റേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. പനത്തടി പോലീസ് സ്റ്റേഷൻ, കാഞ്ഞങ്ങാട്. അയ്യോ, എന്തിനാ സാറേ ഇതൊക്കെ? കൊന്നത്തടിന്ന് പനത്തടിയിലോട്ട് മാറ്റുന്നേ? ഈ തടികളൊന്നും അല്ലാതെ വേറെ സ്റ്റേഷനൊന്നും ഇല്ലയോ സാറേ? വല്ല കുന്നോ പാറയോ അങ്ങനെ വല്ലതും? എന്നെ കളിയാക്കുന്നോടാ? വയ്ക്കണ ഫോൺ. 1/2 മണിക്കൂറിനുള്ളിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ മെയിലിൽ കിട്ടിയിരിക്കണം.
എന്താണ് വിവാഹ വാർഷികമാ ലഡു. അവിടെ ഒരു വിവാഹ വാർഷികം. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അരമണിക്കൂറിനുള്ളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്നാ ഓർഡർ. അതിനിടയ്ക്ക് ലഡു ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. സോറി സാർ. എന്തോന്ന് സോറി? ഇറങ്ങിപ്പോ. എന്താ ശീലേ, എന്തു പറ്റി? ആ കാലമാടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഈ കാലമാടൻ എന്ന് പറഞ്ഞാൽ അധികാരി, മേലധികാരി, മേലുദ്യോഗസ്ഥൻ എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ സാറ്? തെണ്ടി, വൃത്തികെട്ടവൻ, ചെറ്റ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. അല്ല, ആരെയാണ് ഉദ്ദേശിച്ചത്? അയ്യോ, സാറിനല്ലേ ഉദ്ദേശിച്ചത്. ഐ ആം സോറി ഷീല, സോ സോറി. പ്രഷർ കയറി കണ്ണ് കാണാതായപ്പോ പറഞ്ഞു പോയതാ, ക്ഷമിക്കും. അയ്യോ, കണ്ടാൽ അങ്ങനെ പറയില്ലേ സാർ? ശരിക്കും കാഴ്ചയുള്ള കണ്ണുകളാണെന്നേ പറയൂ. എന്തു പറയില്ല? അല്ല, സാറിന്റെ കാഴ്ച പോയിന്ന്. അയ്യോ, എന്റെ കാണപ്പെട്ട ദൈവത്തിന്റെ കണ്ണുപോയോ സാറേ? കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ സാറേ, ഇതെത്രയാ? കരയാനറിയാത്ത. എന്താണോ ഇതൊക്കെ? ആരുടെ കണ്ണുപോയ കാര്യമാണോ ഈ പറയുന്നത്? എടോ, താനൊക്കെ തീവണ്ടി തെണ്ടാൻ പോകുന്നുണ്ടോ ഇങ്ങനൊക്കെ പാട്ട് പാടുന്നേ? അല്ല, സാറിന്റെ കണ്ണുപോയെന്നല്ലേ പപ്പ സാറിപ്പ പറഞ്ഞത്? എന്റെ കണ്ണുപോയെന്നു? തനിക്കെന്തോടോ കണ്ണുകടി കൊണ്ടോടോ പപ്പ? ഇതെന്താ സാറേ ഈ പറയുന്നത്? സാറ് തന്നെയല്ലേ ഇപ്പൊ ഷീലയോട് പറഞ്ഞത് പ്രഷർ വന്നപ്പോ കണ്ണ് കാണാതായിന്ന്? അയ്യോ, ദേഷ്യം വന്നപ്പോ കണ്ണ് കാണാതായിന്നാ ഞാൻ പറഞ്ഞത്. അല്ല, രണ്ടായാലും കാര്യമൊന്നല്ലേ സാറേ? എത്ര നല്ല കാഴ്ചശക്തിയുള്ള കണ്ണായിരുന്നു. അന്നൊരു ദിവസം സാറിന്റെ ബാഗിൽ നിന്ന് ഞാനൊരു 500-ന്റെ നോട്ട് പൊക്കിയപ്പോ ആ നിമിഷം കണ്ടുപിടിച്ച കണ്ണായത്. എന്ത് ചെയ്യാനാ? പോയില്ലേ സാറേ? കണ്ണു തുറക്കാത്ത. നോക്കണോ എന്റെ കണ്ണ്? എന്തായാലും പറ്റിയോ? നോക്ക്. എന്താ പറ്റി? പക്ഷെ ഇത് കണ്ട കാഴ്ച പോയ കണ്ണാണെന്ന് പറയില്ല അല്ലേ സാറേ? അല്ല, ഈ കണ്ണാണോ സാറേ കാഴ്ച പോയിന്ന് പറഞ്ഞത്? വീണ്ടും കണ്ണ്. എടോ, ഞാനൊന്ന് ചൂടായപ്പം ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതായി എന്നൊരു ശൈലിക്ക് വെച്ച് കീച്ചതാ. വിവരമില്ലാത്ത പൊട്ടമ്മ. എന്റെ വേൾഡ് ഫെയിലിയേഴ്സ്. വെറുതെ മോഹിപ്പിച്ച്. നേരത്തെ പാതി കണ്ട സ്വപ്നം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഹായ് ജിലേബി. ഹലോ, എന്താ സാർ? SI പപ്പൻ ഫോണിലായിരുന്നു. ആണോ? എവിടെ? കവലയിലോ? ആ, ഞങ്ങളിതേ വരുന്നു. ഓക്കെ. എടാ ആലുകുട്ടി, എന്റെ ലഡു പൊട്ടി. വണ്ടി എടുക്ക്. വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ ഈ മാസം CC അടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോ വണ്ടി എടുക്കാൻ എടോ, തോന്നുന്നില്ല. അതല്ല, നമ്മുടെ ജീപ്പ് എടുക്കാൻ. നമ്മുടെ ജയിലിൽ ചാടിയ പ്രതി കവലയിലെ മൊബൈൽ ഷോപ്പിലുണ്ടെന്ന്. ഓ, തെണ്ടികള്. അവന്മാർക്ക് വരാൻ നോർത്ത് ഇന്ത്യയിൽ പോയി കിടന്നൂടെ? വെറുതെ നാട്ടിലെ മൊബൈൽ ഷോപ്പുകളിൽ വന്ന് ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ വേണ്ടി. ദേ സാറേ, നമ്മുടെ SI സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? മൂപ്പർ ഇവിടെ കവലയിൽ കറങ്ങി നടപ്പുണ്ട്. വല്ല സുരേഷ് ഗോപി പടത്തിന്റെ CD വാങ്ങിക്കാൻ വേണ്ടി കിടന്ന് കറങ്ങണായിരിക്കും. നിർത്തണം. സുപ്പീരിയർ ഓഫീസറെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. സാർ, നമ്മുടെ ആ ജയിലിൽ നിന്ന് ചാടിയ പ്രതി മുരുകേശൻ കവലയിലെ ഒരു മൊബൈൽ ഷോപ്പിലുണ്ടെന്ന് എനിക്കിപ്പോ ഇൻഫർമേഷൻ കിട്ടി. സാറൊന്ന് അതുവരെ പോയി നോക്കണം. ഈശ്വര, പ്രശ്നമായല്ലോ. മീനും വാങ്ങിച്ചു പോയല്ലോ. ചേട്ടാ, ഈ മീനും തിരിച്ചെടുക്കും. എന്താ സാറേ? അല്ല, ഇത് വീട്ടിലേക്ക് വാങ്ങിയ മീനാ. അപ്പോഴാ ഒരു പ്രതി ഉണ്ടെന്ന് വിവരം കിട്ടിയത്. രാവിലെ തന്നെ ഓരോ മാരണങ്ങളൊന്ന് കയറിക്കോളും. അല്ല, പൈസ സാറ് പോയി പ്രതിയെ പിടി, പൈസ ഞാൻ തരാം. അയ്യോ, അത് ഈ പറഞ്ഞ പോലെ ശരിയാണല്ലോ. ഹലോ, ഇവിടെ ഈ മൊബൈൽ ഷോപ്പ്? 2 ഷോപ്പുണ്ട് സാറേ. ഷാജിയുടെ കട ലെഫ്റ്റും ബായിയുടെ കട റൈറ്റും. ഏതിലെ പോകണ്ട സാറേ? സാറേ, ഇതിന്റെ IC പോയതാ. 500 രൂപയാവും. ആയിക്കോട്ടെ, വേഗം ശരിയാക്ക്. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിലായിരിക്കും. ഓഹോ, അതാണ് TV-യിലും മറ്റേ കണ്ട പോലെ. അവന്മാർക്ക് വേറെന്താ പണി? ഈ TV-കാർക്കേ. എടോ, താനത് വേഗം താ, സമയം പോന്നു. ആളിതാ ഇവിടെ ഉണ്ട്. ഒരു കുലുക്കുമില്ല. ജയിലിലാണെന്ന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. സാറേ, ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. സാർ എന്തേലും പറഞ്ഞ് അവനൊന്ന് പിടിച്ചു നിർത്തിയാൽ മതി. ആ സാർ, ഒന്ന് പെട്ടെന്ന് വിടറോ? സാറേ, ഓക്കെ. മാഷേ, എവിടെയാണ് വീടെന്ന് പറഞ്ഞത്? കച്ചേരിമുക്കില. എന്താ അറിയോ? കച്ചേരിമുക്ക് എന്ന് പറയുമ്പോ എവിടെ? നമ്മുടെ സത്യപാല മാഷിന്റെ വീടിന്റെ അടുത്താണോ? ഏത് സത്യപാല മാഷേ?
നമ്മുടെ കാർമൽ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത സത്യപാല മാഷില്ലേ, വെളുത്ത് നല്ല പൊക്കം കൂടിയാ, കയ്യിലെപ്പോഴും ഒരു പട്ടിയൊക്കെ കാണും. ഈ നടക്കാൻ പോകുമ്പോ അറിയാലോ, മൂപ്പർക്ക് ഇപ്പോഴും വട്ടാണേ. അതേതാ കച്ചേരി മുക്കിൽ എനിക്കറിയാത്തൊരു വട്ടൻ? ഓ, നിങ്ങൾ പറയുന്നത് പട്ടേരി മാഷിനെയാ, പത്മനാഭൻ പട്ടേരി മാഷ്. മൂപ്പർക്കാ വട്ട്. മൂപ്പര് കയ്യിലെപ്പോഴും ചോക്കും പടിയുമായിട്ടാ നടപ്പ്. ഈശ്വര, ഞാൻ ഒരു വട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ അതിനേക്കാളും വലിയ വട്ടനെ കുറിച്ചാണല്ലോ ഈ വട്ടം പറയുന്നത്. വണ്ടി വരുന്നവരെ ഇനി എന്തൊക്കെ സഹിക്കണോ അതോ? സാറെന്താ അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചേ? അതെ. അതല്ലെങ്കിൽ മറ്റൊരു വട്ടം കൂടിയുണ്ട്, പുഷ്പാങ്കദ സാറ്. ആ സാറിനെ ആയിരിക്കും സാർ ഉദ്ദേശിച്ചത്. യെസ് യെസ്, അത് തന്നെ, പുഷ്പാങ്കദൻ. അതെ അതെ, മൂപ്പര് കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നല്ലോ. ഓ. മക്കളൊക്കെ ലണ്ടനിലും അമേരിക്കയിലും ആണേ. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വട്ടായതാ. ഓ, ശ്ശോ. ആദ്യമൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ ഗ്രേഡ് അങ്ങോട്ട് മാറി. എപ്പോഴും ടെസ്റ്റ് ട്യൂബും വെള്ളം എടുത്തോണ്ട് നടപ്പാ. ഓ. ദോഷം പറയരുതല്ലോ. എപ്പോഴും പാൻസും ഇൻ ചെയ്ത ഷർട്ടും ഒക്കെ ആയി ഒരു ജെന്റിൽമാൻ വട്ടനാ. യെസ് യെസ് യെസ്. അല്ല, സാറെന്തിനാ വട്ടന്മാരെ? ഞാൻ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ PROയാ സാറേ. പുതുതായിട്ട് തുടങ്ങിയ ഒരു ഭ്രാന്താശുപത്രിയാ. വട്ടന്മാരുടെ എണ്ണം കഴിഞ്ഞില്ലെങ്കിൽ സാലറി കിട്ടത്തില്ല. ആ, വട്ടന്മാരെയും അവരുടെ വീട്ടുകാരെയും ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ അങ്ങനെ. എനിക്ക് കുഴപ്പമില്ല. എന്റെ വീടിനടുത്ത് തന്നെ വേറെയും 2 വട്ടന്മാരുണ്ട്. ഓ, ആ, വേറെയും ഒരു മൂപ്പര് എപ്പോഴും കുറെ പുസ്തകങ്ങളും തലയിൽ വെച്ചോണ്ടാ നടക്കുന്നേ. പുസ്തകം വേണോ എന്നും പറഞ്ഞോണ്ടേ. അയ്യോ, അത് പുസ്തകം വായിച്ച് വട്ടായതാ. അതുള്ള ഓരോ വട്ടന്മാര്. അപ്പൊ നമുക്ക് ഈ വണ്ടിയിൽ അങ്ങ് പോകാം. എന്താ വട്ടുണ്ടോ? ഇത് പോലീസ് ജീപ്പല്ലേ? അതെ സാറേ, സാറങ്ങ് കയറിയാ മതി. നമുക്ക് തറവാട്ടിലെത്താമേ. താൻ ആരാ? ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? ഞാൻ ജയിലില്ല. നീ ജയിലിലായോണ്ട് തന്നെയാ കേറ്റാൻ വേണ്ടി വന്നത്. അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ആള് തെറ്റിയതാ. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ആള് പോലീസിന്റെ അടുത്താണോ കളി? ഇപ്പോൾ നോക്കോ. അയാളെന്തിനാ ഓടുന്നേ? അറിയില്ല, സാറിനെ കണ്ടിട്ടായിരിക്കും. ആണോ? എന്നെ കണ്ടോണ്ട് നീ ഓടുമല്ലേ? ആഹാ, എന്നാലോ ഒന്ന് കണ്ടിട്ട് എങ്ങോട്ട് പോയി? ഇങ്ങോട്ടായിരിക്കും. സാറേ, പുള്ളി നമ്മുടെ ജയിലിൽ ചാടി പുള്ളി ഇവിടെ ഉണ്ട്. സാറേ, ഇന്നലെ നമ്മുടെ ജയിലിൽ ചാടിയ പ്രതിയെ എന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഞാനിപ്പോ പിടിക്കും. സാറേ, ഒരു വണ്ടി വിടുന്ന സാറേ. എടാ പൊട്ട, ഇന്നലെ ഒരു പ്രതിയല്ലേ ജയിലിൽ ചാടിയത്? അതെ സാറേ, അയാളാ എന്റെ മുന്നില്. എടാ, നീ മൊബൈലിൽ കളിച്ച് നിന്റെ കണ്ണൊക്കെ പോയി കേട്ടാ. എടാ, ഫോട്ടോ ക്ലിയർ ആയിട്ട് നോക്കണം. അയാളെ ഞങ്ങളിപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ജീപ്പിലുണ്ട്. അപ്പോ അയാളെ പിടിച്ചല്ലേ? അപ്പൊ ഇയാളല്ല അല്ലേ? അല്ലടാ, നീ ഉടനെ ഇങ്ങോട്ട് പോര്. ചാനലിയറൊക്കെ ഇപ്പൊ വരും. ഷൈൻ ചെയ്യാനുള്ള അവസര. വാടാ. എന്നെ കണ്ടപ്പോ ഓടിയത്? പോലീസിനെ കണ്ട ആരായാലും ഓടൂലേ? അയ്യോ, സോറി കേട്ടോ. ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ചേട്ടനെ എന്റെ ബാക്കി ഒരു പ്രസന്റ് ചോക്ലേറ്റ്. തനിക്ക് അത്ഭുതം ഉണ്ടാവും. ഇടിയല്ലാതെ താൻ പോലീസിൽ നിന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഇത് ന്യൂ ജനറേഷൻ പോലീസ്. ഹെൽമെറ്റ് ധരിച്ചാലും സീറ്റ് ബെൽറ്റ് കെട്ടിയാലും ഒക്കെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും മിഠായി കാണും. സാറിന് ഞാൻ ഒരിക്കലും മറക്കൂല സാറേ. സാറേ, ഒരു 2 മുട്ടായിയുടെ ഉണ്ടാവോ സാറേ? കുറെ കാലത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവുക. 2 മക്കളും ഒരു ഭാര്യയും ഉണ്ട്. പിള്ളേർക്ക് മുട്ടായി കൊടുക്കാമല്ലോ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. 3 ചോക്ലേറ്റ്. താൻ മക്കളോട് പറയണം ഒരു പോലീസ് മാമൻ തന്നാണെന്ന്. പേര് ചോദിച്ച് എന്ത് പറയണം സാറേ? എടോ, തന്റെ പേര് തനിക്കറിയാൻ പാടില്ലേ? അയ്യോ, അതല്ല. സാറിന്റെ പേര് ചോദിച്ച് എന്ത് പറയണമെന്നാ? സനൂപ്, KP സനൂപ്. KP എന്നാണ് ഫേസ്ബുക്ക് പ്രൊഫൈലില്. സാർ എനിക്ക് ദൈവത്തെ പോലെയാണ്. ഒരു ഫോട്ടോ ഉണ്ടാവോ പേഴ്സിൽ വെക്കാൻ? ഒന്ന് പോടോ, തമാശക്കാരൻ. സാറ്, എന്റെ അമ്മ കോയമ്പത്തൂർ ഒരു ആശുപത്രിയിൽ കിടക്കുക. അയ്യോ, ഇപ്പൊ ഒരു വണ്ടിയുണ്ട്. ആശുപത്രിയിൽ കാശില്ലാതെ പോവാൻ പറ്റില്ല. കാശ് തണ്ടി ഇറങ്ങിയ സാറേ, ആരും തന്നില്ല. ആണോ? പാവം.
എന്നാലേ 1000 രൂപയുണ്ട്, എടുത്തോ. ആ, സാർ ദൈവമാണ്. നമുക്ക് ഒരു സെൽഫി എടുക്കാം. എന്തായാലും ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു മാറ്ററായി. ഒരു പാവപ്പെട്ടവന് 1000 രൂപ കൊടുത്ത കാര്യം, കാരുണ്യ പ്രവർത്തനം. ഇതിന് ഞാൻ 1 കിലോ ലൈക്ക് പിടിക്കും. എന്താടോ കിട്ടിയോ ആ ജയിൽപ്പുള്ളിയെ? ഓവർ. കിട്ടി സാർ, ഉടനെത്തും. ഓവർ. ഞാനിതാ വരികയാണ്. മീഡിയ കോൺഫറൻസ് ഞാൻ കൂടെ വന്നിട്ട് മതി. ഓവർ. ഓക്കെ സാർ, ഓവർ. സർ, എവിടോ അവര്? പ്രതി കൊണ്ടുപോടും. ഇങ്ങോട്ട് നടക്കണം. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ദിനേശ്, യു ഹാവ് ഡൺ Thank you, ഇറ്റ്. sir. കേരള പോലീസ് താങ്കളെ ഓർത്ത് അഭിമാനിക്കുന്നു. സാറേ, ആ ഡയലോഗ് ഒന്നുകൂടെ പറയൂ സാറേ. ഒന്നുകൂടെ പറയാനോ? അതെന്തിന്? ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വൈഫിനെ ഒന്ന് കേൾപ്പിക്കാനാ. അത് കേട്ടതെങ്കിൽ അവൾക്ക് എന്നെ കുറിച്ചൊരു അഭിമാനം ഉണ്ടാവട്ടെ സാറേ. അല്ല സാർ, SI സാർ മാത്രമല്ല, ഞാനും ഉണ്ടായിരുന്നു പ്രതിയെ പിടിക്കാൻ. ആ, എന്നാ ഒരു കൺഗ്രാറ്റ്സ് തനിക്ക് വിളിക്കട്ടെ. താങ്ക് യു സാർ. എവർക്കൊക്കെ കൺഗ്രാറ്റ്സ് കൊടുക്കുമ്പോ ഈ പാവ ആലിക്കുട്ടിക്കും കൂടെ ഒരു കൺഗ്രാറ്റ്സ് താ സാറേ. ഫ, ആദ്യം അവന്റെ മുഖം കാണിക്കണോ താൻ? എടാ നിന്നെ ഒരു പാട്ട് തരാൻ ചുമ്മാ ഇരുടാ. അയ്യോ, സാറോ? അപ്പന്മാരെന്നെ എടാ തെണ്ടികളെ, ഇത് ജയിലിലെ അസിസ്റ്റന്റ് വാർഡനാണോ? ഇയാളെ എന്തിനാണോ ജയിൽ പുള്ളിയെന്നും പറഞ്ഞ് നിങ്ങൾ പിടിച്ചോണ്ട് വന്നത്? സാർ, നമസ്കാരം. ഈശ്വര, ചാനലുകാരെ വിളിച്ചോണ്ട് SP സാറ് ഷൈൻ ചെയ്യാൻ ഇപ്പൊ ഇങ്ങെത്തും. അല്ല ഇതെങ്ങനെ പറ്റി സാറേ? സാറ്, ആ മൊബൈൽ വന്ന ഫോട്ടോ പ്രതിയും വേറെ ആളും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. ഇങ്ങനെ പ്രതിക്കൊപ്പം കയറിയുന്ന ഫോട്ടോ എടുത്താണ് സാറേ പ്രശ്നമായത്. മറ്റൊരു കാണാനാണെങ്കിൽ പ്രതിയുടെ ലുക്കും ഇല്ലായിരുന്നു. അതല്ലേ ഞാൻ ഇങ്ങനെ പൊക്കിയത്. എന്റെ കഷ്ടകാലം. പ്രതി ചാടിയത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുക. കൂനിന്മേ കുരു പോലെ ഇവരെന്നെ പിടിക്കുകയും ചെയ്തു. അപ്പൊ പ്രതി ആ സനൂപ് നേരത്തെ പറഞ്ഞ ആളായിരിക്കും പ്രതി. സനൂപേ, സനൂപേ, എന്താ സാറേ? എടോ താൻ നേരത്തെ പിടിച്ചവനല്ലേ, അവൻ എന്തിയെ? അയാളൊരു പാവമാ സാറേ. ആ, പാവം കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനൊരു 1000 രൂപ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ വണ്ടിക്ക് കോയമ്പത്തൂർ പോയി കാണാം. അയാളുടെ അമ്മ ഹോസ്പിറ്റലില്ല. പാവം. ദാ, ഇതാണ് ആള്. ഇവനാ യഥാർത്ഥത്തിൽ പ്രതി. എടാ നിന്നെ അയ്യോ, താൻ കൊടുത്ത 1000 രൂപ കൊണ്ട് ഇപ്പൊ അവൻ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടാവും. ഈ മൊണ്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, ചാനലുകാർ ചാനലിൽ മണ്ടനായ ഭാര്യ എന്തോ പറയുന്നു ഈശ്വരാ.